അവൾ കാത്തിരുന്ന വിളക്ക്. ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമം. കടൽക്കാറ്റും തേങ്ങിൻ മരങ്ങളും സന്ധ്യാസമയത്തെ ചുവന്ന ആകാശവും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം. ആ ഗ്രാമത്തിലെ പഴയ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ദിവസവും വൈകുന്നേരം ഒരു വിളക്ക് തെളിയും. ആ വിളക്ക് തെളിക്കുന്നവൾ മേഘന. മേഘനയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു. പ്രതിദിനം വൈകുന്നേരം 6 മണിക്ക് അവൾ മുകളിലെ ജനലിനരികിൽ ഒരു വിളക്ക് തെളിക്കും. ഗ്രാമത്തിലെല്ലാവർക്കും അറിയാമായിരുന്നു, ആ വിളക്ക് ആരെയോ കാത്തിരിക്കുന്നു. 5 വർഷം മുൻപ് ആ വീട്ടിൽ നിന്നും പോയിരുന്നു രോഹൻ. ഒരു സാധാരണ മീൻപിടുത്തക്കാരന്റെ മകൻ. പക്ഷേ സ്വപ്നങ്ങൾ വലിയവ. വിദേശത്ത് ജോലി കിട്ടി. പോകുന്നതിനു മുമ്പ് അവൻ മേഘനയോട് പറഞ്ഞു, "നീ ഈ ജനലിൽ ഒരു വിളക്ക് തെളിച്ചാൽ ഞാൻ എവിടെയായാലും അത് കാണാൻ കഴിയുമെന്ന് കരുതാം." അവൾ ചിരിച്ചു. "നിനക്ക് കടലിന്റെ അപ്പുറം നിന്ന് കാണാമോ?" "ഹൃദയത്തോടെ കാണാം," അവൻ മറുപടി പറഞ്ഞു. ആദ്യ വർഷം ദിവസവും വിളികളും സന്ദേശങ്ങളും. 2ാം വർഷം കുറച്ചുമാത്രം. 3ാം വർഷം മുതൽ നിശബ്ദത. ഗ്രാമക്കാർ പറഞ്ഞു, "അവൻ തിരിച്ചുവരില്ല, മറ്റൊരു ജീവിതം കണ്ടെത്തിയിരിക്കാം." പക്ഷെ മേഘന വിശ്വസിച്ചു. അവൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അവൾ പറയുമായിരുന്നു. ഒരു രാത്രി കടലിൽ വലിയ കൊടുങ്കാറ്റ്. മേഘന ജനലടികിൽ വിളക്ക് തെളിച്ചു. ഇന്നുപോലും അവൻ വരില്ലെങ്കിൽ എന്നവളുടെ മനസ്സ് ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. "എങ്കിലും ഞാൻ കാത്തിരിക്കും." അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ വാർത്ത പടർന്നു. കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. ചിലർ രക്ഷപ്പെട്ടു, ചിലർ കാണാതായി. മേഘനയുടെ ഹൃദയം വിറച്ചു. രോഹന്റെ പേര് പട്ടികയിലില്ലായിരുന്നു. പക്ഷെ കാണാതായവരുടെ പട്ടികയിലുമില്ല. അവൾ വീണ്ടും വിളക്ക് തെളിച്ചു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. വാതിലിലൊരു തട്ടൽ. മേഘന തുറന്നു. വാതിലിനു മുമ്പിൽ ഒരു ക്ഷീണിതനായ യുവാവ്. താടി വളർന്നത്, കണ്ണുകളിൽ ക്ഷീണം. "മേഘന?" അവൾ ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "രോഹൻ." അവൻ തലകുനിച്ചു. "കടലിൽ അപകടം സംഭവിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാത്രമേ എല്ലാം ഓർമ്മ വന്നുള്ളൂ." "എന്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്?" അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രോഹൻ മുകളിലേക്ക് നോക്കി. ജനലിൽ തെളിഞ്ഞിരുന്ന ആ വിളക്ക്. ആ വിളക്ക്. എന്റെ മനസ്സ് അതൊരിക്കലും മറന്നില്ല. അന്ന് രാത്രി ഗ്രാമത്തിൽ വീണ്ടും ഒരു സന്തോഷവാർത്ത. അവൻ തിരിച്ചുവന്നു. മേഘന ജനലരികിൽ നിന്നു. ഈ സമയം അവൾ ഒറ്റയ്ക്കല്ല. രോഹൻ അവളുടെ പക്കൽ നിന്നു. "ഇനി വിളക്ക് തെളിക്കണോ?" എന്നവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. "ഇനി വേണ്ട, നീ വീട്ടിൽ തന്നെ." കഥയുടെ പാഠം. സത്യമായ സ്നേഹം സമയം കൊണ്ടോ ദൂരം കൊണ്ടോ മാഞ്ഞുപോകില്ല. വിശ്വാസമുണ്ടെങ്കിൽ അത് വഴി കണ്ടെത്തും.